ഹായ് ഡിയേഴ്സ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് ബൈ വില്യം ഷേക്സ്പിയർ ഈസ് എ സ്റ്റോറി ദാറ്റ് ടെൽസ് ദ വേൾഡ് ദാറ്റ് ദ ഡിവൈൻ ക്വാളിറ്റി ഓഫ് മേഴ്സി ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ജസ്റ്റിസ്. ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്, വെനീസിലെ വ്യാപാരി എന്നുള്ള ഈ ഒരു നാടകം എഴുതിയിട്ടുള്ളത് വില്യം ഷേക്സ്പിയർ ആണ്. ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത് ഡിവൈൻ ക്വാളിറ്റി ആയിട്ടുള്ള മേഴ്സി, ദയ എന്ന് പറയുന്നത് എപ്പോഴും ജസ്റ്റിസ്, നീതിക്കും മുകളിലാണ്. ദ പ്ലേ ഈസ് അബൌട്ട് ദ ആഫ്റ്റർ മാത്ത് ഓഫ് ദ റൈവൽറി ബിറ്റ്വീൻ ഷൈലോക്ക് ദ ജ്യൂ ആൻഡ് അന്റോണിയോ ദ യങ് ക്രിസ്ത്യൻ മെർച്ചൻ്റ് ഓഫ് വെനീസ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ജൂതനായ ഷൈലോക്ക് എന്ന് പറയുന്നയാളും അതുപോലെ തന്നെ വെനീസിലെ ഒരു കച്ചവടക്കാരനായിട്ടുള്ള അന്റോണിയോ എന്ന് പറയുന്നയാളും തമ്മിലുള്ള ഒരു റൈവൽറി, മത്സരത്തിൻ്റെ അനന്തരഫലമാണ്. ഇറ്റ് ഷോസ് ഹൗ ഗുഡ് ഫൈനലി ട്രയംസ് ഓവർ എവിൽ. ഇതിൽ നന്മ എങ്ങനെയാണ് തിന്മയുടെ മുകളിൽ വിജയം കൈവരിക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. അന്റോണിയോ, എ വെൽത്തി മെർച്ചൻ്റ് ഓഫ് വെനീസ്, ഈസ് വെരി ക്ലോസ് ഫ്രണ്ട്സ് വിത്ത് ബസാനിയോ. വെനീസിലെ ഒരു റിച്ച് ആയിട്ടുള്ള കച്ചവടക്കാരനായിട്ടുള്ള അന്റോണിയോ എന്ന് പറയുന്നയാൾ ഈസ് ക്ലോസ് ഫ്രണ്ട് വിത്ത് ബസാനിയോ. ബസാനിയോ എന്ന് പറയുന്നയാളുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്. ബസാനിയോ വാണ്ട്സ് ടു മാരി പോർഷ്യ, എ വെൽത്തി ഹൈറസ്. ബസാനിയോക്ക് പോർഷ്യ എന്ന് പേരുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം. അന്റോണിയോ ബോറോസ് മണി ഫ്രം ഷൈലോക്ക്, എ മണി ലെൻഡർ, ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട് ബസാനിയോ മാരി പോർഷ്യ. അപ്പോൾ അന്റോണിയോയും ബസാനിയോയും തമ്മിൽ നല്ല ഫ്രണ്ട്സാണെന്ന് പറഞ്ഞല്ലോ. അന്റോണിയോ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളാണ്, ബസാനിയോ അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ പോർഷ്യയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ തരണം എന്ന് അന്റോണിയോയോട് ബസാനിയോ പറയുന്നുണ്ട്. ആ സമയത്ത് അന്റോണിയോയുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്റോണിയോ ഷൈലോക്ക് എന്ന് പേരുള്ള ഒരു മണി ലെൻഡർ, പൈസ കടം തരുന്നയാളിൽ നിന്നും കുറച്ച് പൈസ വാങ്ങുന്നുണ്ട്. എന്തിനാണ്? ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട് ബസാനിയോ മാരി പോർഷ്യ. പോർഷ്യയെ കല്യാണം കഴിക്കാൻ ബസാനിയോയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. Agreeing to a bond that says if he fails to repay, Shylock can take a pound of Antonio's flesh. ഈ പൈസ കടം തരുന്നതിന് പകരമായിട്ട് ഷൈലോക്ക് ഒരു ബോണ്ട്, ഒരു അഗ്രിമെൻറ്റ് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൽ എന്താണ് പറയുന്നത്? ഇഫ് ഹി ഫെയിൽസ് ടു റീപേ, ഈ വാങ്ങുന്ന പൈസ അയാൾക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഷൈലോക്ക് ക്യാൻ ടേക്ക് എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ്. അന്റോണിയോയുടെ ശരീരത്തിൽ നിന്നും ഒരു പൗണ്ട് ഫ്ലഷ്, മാംസകഷ്ണം മുറിച്ചെടുക്കാനുള്ള അവകാശം അയാൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻ്റ് എഴുതി വാങ്ങുകയാണ് ചെയ്തത്. മീൻവൈൽ പോർഷ്യ മസ്റ്റ് മാരി ഹൂവർ ചോസസ് ദ കറക്റ്റ് കാസ്കറ്റ്, ഗോൾഡ്, സിൽവർ ഓർ ലെഡ്, ആസ് പെർ ഹെർ ലേറ്റ് ഫാദേഴ്സ് വിൽ. ഇതിനിടയിൽ പോർഷ്യയുടെ നാട് ബെൽമണ്ട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അവിടെ അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു മത്സരം വെച്ചിട്ടുണ്ട്. അതായത് അവിടെ 3 കാസ്കറ്റ്, 3 കൊട്ടകൾ വെച്ചിട്ടുണ്ട്. ഗോൾഡ്, സിൽവർ ആൻഡ് ലെഡ്, ഇത് 3ലുമാണ് കൊട്ടകൾ വെച്ചിട്ടുള്ളത്. അതിലൊന്നിൽ പോർഷ്യയുടെ ചിത്രമുണ്ട്. ആ ചിത്രമുള്ള കാസ്കറ്റ് ആരാണോ തിരഞ്ഞെടുക്കുന്നത് അയാളാണ് പോർഷ്യയെ മാരി ചെയ്യുക. ബസാനിയോ കംസ് ടു ബെൽമണ്ട്, ചൂസസ് ദ ലെഡ് കാസ്കറ്റ് ആൻഡ് വിൻസ് പോർഷ്യാസ് ഹാൻഡ് ഇൻ മാരേജ്. ബസാനിയോ അങ്ങനെ ഈ പൈസയുമായിട്ട് പോർഷ്യയുടെ അടുത്തോട്ട് ബെൽമണ്ടിലോട്ട് പോവുകയും ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ലെഡ് കാസ്കറ്റ്, ആ ഒരു ചെമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാസ്കറ്റ് ചൂസ് ചെയ്യുകയും അതിൽ നിന്ന് പോർഷ്യയുടെ ഫോട്ടോ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബസാനിയോ ഈ ഒരു മത്സരത്തിൽ വിൻ ചെയ്യുകയും പോർഷ്യയെ കല്യാണം കഴിക്കാനുള്ള ആളായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അന്റോണിയോസ് ഷിപ്സ് ആർ ലോസ്റ്റ് അറ്റ് സീ. ഇതിനിടയിൽ അന്റോണിയോയുടെ ഷിപ്സ്, കപ്പലുകളെല്ലാം ആ കടലിൽ നഷ്ടപ്പെട്ടു പോയി. ആൻഡ് ഹീ കനോട്ട് റീപേ ഷൈലോക്ക്. അതുകൊണ്ട് തന്നെ അയാൾക്ക് നേരത്തെ ഷൈലോക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പൈസ തിരിച്ചടക്കാൻ പറ്റിയില്ല. ഷൈലോക്ക് ഇൻസിസ്റ്റ് ഓൺ ടേക്കിംഗ് ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ്. അയാൾ ഈ തിരിച്ചടക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കരാർ എഴുതി വാങ്ങിയിട്ടില്ലേ, തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്റോണിയോയുടെ ശരീരത്തിലെ ഒരു പൗണ്ട് ഫ്ലഷ്, മാംസം മുറിച്ചെടുക്കും എന്നുള്ള കരാർ, അത് വേണം എന്ന് അയാൾ വാശി പിടിച്ചു. റെഫ്യൂസിങ് എനി എമൗണ്ട് ഓഫ് മണി ഇൻസ്റ്റഡ്. അതിന് പകരമായിട്ട് ഇനി എത്ര പൈസ തന്നാലും കാര്യമില്ല, ആ ഒരു കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് ഈ ഒരു വിധി നടപ്പിലാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ നിർബന്ധം പിടിക്കുകയാണ്. അന്റോണിയോ ഈസ് ബ്രോട്ട് ടു ട്രയൽ. അങ്ങനെ അന്റോണിയോയെ ആ ഒരു വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഡിസ്ഗൈസ്ഡ് ആസ് എ മെയിൽ ലോയർ,
പോർഷ്യ ഡിഫെൻസ് അന്റോണിയോ. അങ്ങനെ അന്റോണിയോയ്ക്ക് വേണ്ടി വാദിക്കാൻ അവിടെ എത്തിയിട്ടുള്ളത് ആരാണ്? പോർഷ്യയാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഡിസ്ഗൈസ്ഡ് ആസ് എ മെയിൽ ലോയർ. അവൾ മെയിൽ ലോയറെ പോലെ വേഷം മാറിയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇത് പോർഷ്യയാണ് എന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയില്ല. അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ബസാനിയോയ്ക്ക് പോലും ഈ നിൽക്കുന്നത് പോർഷ്യയാണ് എന്ന് മനസ്സിലായിട്ടില്ല. ഷീ ക്ലവർലി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഷൈലോക്ക് ക്യാൻ ടേക്ക് ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ് ബട്ട് നോട്ട് ഷെഡ് എനി ബ്ലഡ്. അവൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഷൈലോക്കിന് ആ ഒരു അഗ്രിമെൻ്റ് പ്രകാരം അന്റോണിയോയുടെ എ പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാം, പക്ഷേ നോട്ട് ഷെഡ് എനി ബ്ലഡ്. ഒരു തുള്ളി രക്തം പോലും അവിടെ വീഴാൻ പാടില്ല. രക്തം ഒഴുക്കും എന്ന് ആ അഗ്രിമെൻറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി രക്തം വീഴാതെ വേണം അന്റോണിയോയുടെ ശരീരത്തിൽ നിന്നും എ പൗണ്ട് ഓഫ് ഫ്ലഷ് മുറിച്ചെടുക്കാൻ. അതൊരിക്കലും സാധിക്കില്ല അല്ലേ? ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ആസ് ഇറ്റ്സ് നോട്ട് മെൻഷൻഡ് ഇൻ ദ ബോണ്ട്. കാരണം ഈ ഒരു കാര്യം ആ ഒരു അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പോർഷ്യ തറപ്പിച്ച് പറഞ്ഞു. ദസ് ഷൈലോക്ക് ലോസസ് ദ കേസ്. അങ്ങനെ ഷൈലോക്ക് ഈ ഒരു കേസിൽ ലോസ് ആവുകയാണ്. അതിൽ നിന്നും തോറ്റ് പിന്മാറുന്നുണ്ട്. അങ്ങനെ ബസാനിയോ കാരണം അന്റോണിയോയുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ ബസാനിയോയുടെ വൈഫായിട്ടുള്ള പോർഷ്യ തന്നെ വേഷം മാറി അന്റോണിയോയെ രക്ഷിക്കാൻ എത്തി അന്റോണിയോയെ രക്ഷിക്കുന്നുണ്ടല്ലേ. അന്റോണിയോസ് ഷിപ്സ് ആർ ഫൗണ്ട് ടു ബി സേഫ്. അങ്ങനെ കഥയുടെ ലാസ്റ്റിലെത്തുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന അന്റോണിയോയുടെ ആ ഷിപ്സ് എല്ലാം സേഫായിട്ട് തിരിച്ചെത്തുന്നുണ്ട്. ആൻഡ് ദ ഫ്രണ്ട്സ് റീയൂണൈറ്റ്. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബസാനിയോയും അന്റോണിയോയും റീയൂണൈറ്റ് ചെയ്യുന്നുണ്ട്. അന്റോണിയോ ആ ഒരു ട്രയലിൽ നിന്നും രക്ഷപ്പെട്ട് ബസാനിയോയ്ക്കൊപ്പം വരുന്നുണ്ട്. പോർഷ്യ ആൻഡ് ബസാനിയോ along with the others live happily ever after. അതിനുശേഷം ബസാനിയോയും പോർഷ്യയും മറ്റുള്ള എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. പിന്നീട് ഈ കഥയുടെ ലാസ്റ്റിലെത്തുമ്പോൾ പോർഷ്യയാണ് അന്ന് അന്റോണിയോയ്ക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള വക്കീൽ എന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. The story highlights the themes of mercy, justice, love and the dangers of greed. ഈ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യുന്നത് the themes of mercy, ദയ എന്നതിനെ പറ്റിയിട്ടുള്ളതും, ജസ്റ്റിസ് നീതി, ലവ് സ്നേഹം, ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഗ്രീഡ് അത്യാർത്ഥിയുടെ ആപത്ത്, ഇതെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്ന തീംസ്. സോ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.